ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പഴയ ടൈപ്പ് ആംപ്ലിഫയറാണ്. നമ്മളെ കാസറ്റൊക്കെ എഴുതുന്ന ടൈപ്പ്. ഇതിലിപ്പോൾ നമ്മൾ അത് മാത്രമല്ല, കാസറ്റ് മെക്കാനിസം മാത്രമേ ഉള്ളൂ. ബ്ലൂടൂത്ത്, പെൻ ഡ്രൈവ് അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഇത് നമുക്ക് കസ്റ്റമർ പഴയ ഒരു ഡെക്ക് സെറ്റ് കൊണ്ടുവന്നു, അപ്പോൾ അതിൽ നിന്നുള്ള ബോട്ടിലാക്കി സെറ്റ് ചെയ്യാനാണ് നമുക്ക് തന്നെ. ഇപ്പോൾ പഴയ മെക്കാനിസവും പഴയ ആംബി വരുന്ന ബോർഡുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ ചെറിയ ഇതിലിപ്പം പവർ സപ്ലൈ, പിന്നെ വ്യൂ മീറ്റർ, ബാസ് ട്രിബിള്, പിന്നെ ഗെയിനർ, പിന്നെ എൻ്റെ ഹെഡ് ഫ്രൈ ബോർഡ്, ഇതൊക്കെ നമ്മൾ പുതിയത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ക്യാബിനറ്റ്, ഫ്രണ്ട് ഡയൽ, ഇതൊക്കെ നമ്മൾ മാറ്റി ഒരു പുതിയ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു ലുക്ക് വരുന്നത്. നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൽ മാക്സിമം നമ്മളിതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 2 ആഴ്ചത്തെ വർക്ക് എടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല പാടാണ്. ഇതിന് ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ മറ്റേ ആംപ്ലിഫയറിനെക്കാട്ടും നോയ്സ് കുറച്ച് കൂടുതലാണിത്. അതൊക്കെ മാറ്റിയെടുക്കാൻ അത്യാവശ്യം നല്ല പ്രയാസമാണ്. ഇത് പഴയ മെക്കാനിക്കുകൾക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെ പുതിയ മെക്കാനിക്കുകൾക്ക് ഇത് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഇതിൽ നോയ്സാണ് ഏറ്റവും വലിയ ഒരു വില്ലൻ. ഇതിലിപ്പോഴും ചെറിയ നോയ്സുകളൊക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഹെഡ് കംപ്ലൈൻ്റ് എന്നാണ് തോന്നുന്നത്. കാരണം മെക്കാനിസത്തിൽ നിന്നാണ് നോയ്സ് വരുന്നത്. ബാക്കി വേറെ സ്ഥലത്തൊന്നും കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ട് നമ്മളൊരു വുഡ് ടൈപ്പ് ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കവറൊക്കെ പഴയതാണ്. ഈ ഡോറിലിരിക്കുന്ന കവർ പഴയതാണ്. നമുക്കൊരു ഡെമോ ആയിട്ടൊരു പാട്ട് കേട്ടുതരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി. നമ്മളതിൽ കൊടുക്കുന്ന കണക്ഷൻ ഇത് നമ്മളെ വ്യൂ മീറ്ററിൻ്റെ മോഡാണ്. പിന്നെ ഇത് നമ്മളെ വോളിയം, ട്രബിൾ, ബാസ്, ബാലൻസ്, പവർ സ്വിച്ച്, ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇതിലുള്ള കണക്ഷനാണ്. റെക്കോർഡ്, പ്രീവ്യൂ, ഫോർവേഡ്, പ്ലേ, ഇജക്റ്റ്, പോസ്, ഇത്രയാണ് ഇതിൽ വരുന്ന ഓപ്ഷൻ. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയാണ്. അപ്പോൾ ഇതൊന്ന് കാണിക്കാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണുന്ന എല്ലാവരും പരമാവധി കമൻറ്റുകൾ കൂടെ ഇടുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.